ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലെ തോൽപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, നിങ്ങൾ എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെങ്ങന്മാരോട്, അല്ലാഹുവേ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്? എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്തെല്ലാം പീക്കൂത്തുകളാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അവൾക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, അല്ലാഹുവേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ലജ്ജയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്, അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്റെ സഹോദരിമാര്, പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15ഉം 20ഉം വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പെങ്ങളെ, 15 വയസ്സുകാരിക്ക് പക്വതയെത്തിയില്ല. ഈ 40 തികഞ്ഞ കിളവിയായ നിനക്കിനി എന്ന് പക്വതയെത്താരാ? 40 തികഞ്ഞ ഉമ്മ 18 വയസ്സുകാരിയായ 20 വയസ്സുകാരിയായ മകളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മയാണ്. അല്ലാഹുവേ, തന്റെ പൊന്നാര മക്കള് തോന്നിവാസം കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, എന്തിനാ മോള്, നിനക്ക് ഈ രാജ്യത്ത് എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്നത് പറയുന്നവനകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? അതൊരു പുണ്യമായ വസ്ത്രമല്ലോ, അത് ആയിഷ ബീവി ധരിച്ചതല്ലോ, അത് ഖദീജ ബീവി ധരിച്ചതല്ലേ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ രക്തമായ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ, ഒരുപാട് മഹദികൾ ധരിച്ച ഫർദയല്ലേ മോള്. എന്തിനാ അതിട്ടുകൊണ്ട് നീ ഈ പണി കാണിക്കുന്നത്? നിനക്കതൊന്ന് ഊരിയിട്ടുകൂടെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, പടച്ചവനെ ഇന്ന് ആരെയും മറന്നുപോയി. അല്ലാഹുവിനെ മറന്നു, റസൂലുള്ളാഹിനെ മറന്നു, വാപ്പയെ മറന്നു, ഉമ്മയെ മറന്നു, ഗുരുനാഥനെ മറന്നു, എല്ലാവരെയും മറന്നു. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ എന്തിനെന്റെ പ്രിയമുള്ളവരെ ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാൽ പടച്ചവനെ തന്റെ കണ്ണിന്റെ മുന്നിൽ ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, വാപ്പയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്. തന്നെ മുന്നിലിരിക്കുമ്പോഴും അമുസ്ലിമായ കൂട്ടുകാരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇങ്ങനെ കഴിയുന്നടി നിനക്കിങ്ങനെ കാണിക്കാറ് ആരിരുന്നാലും നാണമില്ല. അവന് ലജ്ജയുണ്ട്, പക്ഷേ നമ്മുടെ സമുദായത്തിന് ലജ്ജയില്ല. അവനൊടിഞ്ഞു മാറിയാലും വിടില്ല. അവന്റെ
തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് സെൽഫി എടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ എന്റെ വികാരം തീർക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ചോദിക്കാനും തടയാനും ആരുമില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിനാ നിനക്കെതിരെ ആരെങ്കിലും പറഞ്ഞ അവനെ പിടിച്ചകത്തിടാനും ആളുണ്ട്. നിനക്ക് പ്രോത്സാഹനം തരാൻ ആളുണ്ട്. നിനക്ക് കൊടി പിടിക്കാൻ ആളുണ്ട്. നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു ദിവസം നിനക്ക് വരുമ്പോ നീ ഇവരെ എല്ലാവരെയും വിളിക്കണം മോള്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നിന്റെ കൂടെ എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ ഫകശഫിനാ അൻക ഇതാദ്. നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അനുയായികളും ഇറങ്ങി വരും. അവർ പറയും കൊണ്ടുപോകാമെന്നതാണ്, നിന്നെ റൂഹ് പിടിക്കാമെന്നതാണ്. വിളിച്ചു കൊടി പിടിച്ചവര്, പ്രോത്സാഹനം തന്നവര്, കൂടെ നടന്നവര്, സൈർ ചെയ്തവര്, നിനക്ക് ലൈക്ക് തന്നവര് എല്ലാവരെയും വിളിക്കില്ലൂലോ. പടച്ചവനെ, ആ മരണത്തിന്റെ രംഗമിങ്ങനെ കടന്നു വരുമ്പോ അവരുകൾ പറയുന്നു, കല്ല ഇതാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ പറയുന്ന ദിവസം ആര് വരുമടി നിന്നെ രക്ഷിക്കാൻ? ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരാ നിനക്ക് വരുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നാള് ഇന്നിങ്ങനെ നടക്കുമ്പോ അമ്മ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഓന്തോടിയാൽ എവിടെ വരെ ഓടുമ്പോണ്ട്, നീ പോയാൽ എവിടെ വരെ പോകുമടി? ഈ ഓട്ടത്തിനൊരവസാനമുണ്ട്. അള്ള പറയുകയാ, അള്ള പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാൽ ഒരു ദിവസം നീ എന്റെ മുന്നിൽ തിരിച്ചു വരുമടി. നീ എവിടെ പോയാൽ നാളെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് പെങ്ങളോട് പോവുകയാ, ഇന്നെല്ലാ ഫ്രണ്ട്ഷിപ്പാണ്. ഇവന്റെ കയ്യിൽ പിടിച്ചാലും കുറ്റം പറയാ പാടില്ല. നിനക്ക് കൂട്ടുകാരാണ്. പെങ്ങളെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറഞ്ഞത്. അല്ല വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അടുക്കല്ല്, നിങ്ങൾ അടുക്കല്ല്. അവന്റെ കയ്യിൽ പിടിക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കാണുന്നത് വ്യഭിചാരമാണ്. അവനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. അവൻ പറയുന്നത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അവനെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ഇത് വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ്. ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നവന്റെ ആയുസ് കുറവാണ് പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കാരം കുറയ്ക്ക് പെണ്ണേ, ഒന്ന് താഴെ ഇറങ്ങടി പൊന്നുമോളെ. 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം ഈ 18 വയസ്സിന് നീ ചെയ്തില്ലേ പൊന്നുമോള്? 20 വയസ്സുള്ള 25 വയസ്സുള്ള പെങ്ങളോട്